സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമായ ഒരു കാര്യമുണ്ടല്ലോ. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ആ പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അത് ഈ വിവാദം വരുമ്പോഴും ഈ പവർ ഗ്രൂപ്പ് ആരാണ് എന്നുള്ളത് മറനീക്കി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. അത് ഇന്നലെ തന്നെ ചെയ്യാതിരുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ബാക്കി പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും എല്ലാം ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ഷെയർ ചെയ്താൽ മതിയല്ലോ, ഞാൻ തന്നെ തുടങ്ങണ്ട എന്ന് കരുതിയായിരിക്കും മോഹൻലാൽ കാത്തിരുന്നത്. അപ്പോൾ എന്തായാലും ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ആ നെടുനീളൻ പോസ്റ്റ് എഴുതി തയ്യാറാക്കി ഇട്ടത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആന്റണി പെരുമ്പാവൂരിൻ്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പക്ഷേ കരുതുക വയ്യ. കാരണം എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് വരികയാണ്. ഇവരെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള കണ്ണി എന്ന് പറയുന്നത് എംപുരാൻ L2 ആണ്. L2 എന്ന എംപുരാൻ എന്ന സിനിമയാണ്. ആ സിനിമയുടെ പ്രൊമോഷനാണ്, അതിൻ്റെ PR ആക്ടിവിറ്റീസാണ്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അതാണ്. എല്ലാ മാധ്യമങ്ങളിലും എംപുരാൻ്റെ ആക്ടിവിറ്റീസാണ്, അതായത് അവരുടെ PR ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ തിയേറ്ററിന് തിരികൊളുത്തിയതുപോലെ ഇവിടെ അടുത്ത എംപുരാൻ്റെ മോഹൻലാൽ ക്യാരക്ടറും തിയേറ്ററുകൾക്ക് തീ പടർത്തിക്കൊണ്ട് വലിയൊരു ഇനിഷ്യൽ കളക്ഷനിലേക്കൊക്കെ എത്തുന്നതോടുകൂടി ഈ വിവാദവും തീരാനാണ് പോകുന്നത്. അതായത് ഡേറ്റ് അടക്കം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. റിലീസ് ഡേറ്റ് മാർച്ച് 27 അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇനിഷ്യൽ കളക്ഷൻ എന്നൊക്കെയുള്ള വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം, അങ്ങനെയൊക്കെയുള്ള PR-ലേക്ക് ഇങ്ങനെ സിനിമയുടെ ഓരോ ക്യാരക്ടർ പോസ്റ്റർ ആയാലും ടീസർ ആയാലും അങ്ങനെ ഓരോന്നോരോന്നായി ഈ ആശീർവാദിൻ്റെ 25ാം വാർഷികാഘോഷവും എംപുരാൻ്റെ ടീസർ ലോഞ്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇവരിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം കൂടി ഒരു വലിയ സംഭവമാക്കി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് സുരേഷ് കുമാർ ഇപ്പുറത്ത് മനോരമ ഓൺലൈനിലാണെന്ന് തോന്നുന്നു കൊടുത്ത ഒരു അഭിമുഖത്തിലെ ഒരു വാചകമാണ്. ആ വാചകം അതങ്ങനെ കോട്ട് ചെയ്യാനായി കൊടുത്ത ഒന്നല്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ എംപുരാൻ്റെ മുടക്കുമുതലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് ചിലവായ തുകയെക്കുറിച്ചോ ഒന്നും വിശദീകരിച്ച് സുരേഷ് കുമാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരിടത്തും അങ്ങനെ വിശദീകരിച്ച് ഇത്ര ചിലവാക്കി, ഇത്രയാണ് അതിൻ്റെ ചിലവ് എന്നൊന്നും ഒരിടത്തും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഇത് പറഞ്ഞത് ആ ഭാഗത്ത് അത് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കോട്ട് ചെയ്തുകൊണ്ട് അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ എംപുരാനുമായി കണക്ട് ചെയ്ത് തന്നെയാണ്. എംപുരാൻ്റെ റിലീസിന് കുറച്ചുകൂടി പഞ്ച് കിട്ടും. കാരണം വിവാദം വരുമ്പോഴേക്കും എല്ലാവരും ഷെയർ ചെയ്യുന്ന വാർത്തയുമായി അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക എംപുരാനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ ആരാ എന്ന രീതിയിലേക്ക് ചർച്ചയങ്ങ് പോവുകയാണ്. സിനിമയില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ എടുക്കാത്ത, ഇപ്പോൾ ഉയർന്നു വന്ന ചർച്ചകളുടെ ഒരു ആകത്തുകയായി ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ പടം എടുക്കാത്ത സുരേഷ് കുമാർ ആരാണ്? ആന്റണി പെരുമ്പാവൂർ എന്ന വലിയ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ 25 വർഷമായ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിക്കാൻ ഈ സുരേഷ് കുമാർ ആരാണ്? അതാണല്ലോ ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. സുരേഷ് കുമാർ 46 വർഷമായി ഈ സിനിമാ മേഖലയിലുണ്ട്. ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ, അങ്ങനെ വേണം പറയാൻ, ആന്റണി പെരുമ്പാവൂർ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന കാലം മുതൽ പടം എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് സുരേഷ് കുമാർ എന്ന ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാൽ ഒറ്റ വരിയിൽ മോഹൻലാലിൻ്റെ ആ ഷെയർ ചെയ്യുമ്പോഴുള്ള വാചകം കൂടി നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം. നമുക്ക് എന്നതാണ് മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും സുരേഷ് കുമാറിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആന്റണിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മോഹൻലാലിനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം മോഹൻലാൽ ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ മോഹൻലാലിൻ്റെ കൂടെയുള്ളവരാണ് ആ സുഹൃത്ത് വലയം എന്ന് പറയുന്നത്. അത് മോഹൻലാലിന് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണ് എംപുരാനിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമാ കമ്പനി ആരുടേതാണ് എന്നുള്ളത് മലയാളിക്കെല്ലാം അറിയാം. ആന്റണി പെരുമ്പാവൂരിൻ്റെതാണ് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ ഭംഗ്യനിരേണ പറയുമെങ്കിലും അതിന് പിന്നിൽ ആരാണ്, ആരുടെ സിനിമകളാണ് ഈ ആശീർവാദ് പ്രൊഡക്ഷൻസ് 25 വർഷമായി എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിലെ നായക നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് 90% സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 100% ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 90% എനിക്ക് ഉറപ്പാണ്. കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ മിക്കത് ഞാൻ കാണാറുള്ള ആളാണ്. ഞാനൊരു ലാൽ ഫാനുമാണ്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിനെ വെച്ചുകൊണ്ട് മാത്രം കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ഒരാൾ പുതുമുഖ താരങ്ങളെ വെച്ച്, പരീക്ഷണ ചിത്രങ്ങൾ വെച്ച്, 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരു സംശയമില്ലാതെ മോഹൻലാലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടം എടുത്ത സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ അതിൽ അസ്വസ്ഥനാകും. മോഹൻലാൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നതിൽ മോഹൻലാലിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒറ്റ വരിയിൽ അദ്ദേഹം അത് ഒതുക്കിയത്. വലിയ രീതിയിലുള്ള കമൻറ്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല.
പോകുന്നില്ല. മോഹൻലാൽ ഇതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ജി സുരേഷ് കുമാറും പ്രിയദർശനും ഇവരൊക്കെയാണ് മോഹൻലാലിനെ ഈ ഇന്നത്തെ മോഹൻലാൽ ആക്കുന്നതിൽ ഇവരുടെയൊക്കെ ഒരു പങ്കെന്ന് പറയുന്നത്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രതിഭയും അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം ഒരു ഭാഗത്തുള്ളപ്പോഴും അതിനെ പോളിഷ് ചെയ്യാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരു വലയം വേണമല്ലോ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം സിംഗിൾ പേഴ്സൺസ് പെർഫോമൻസ് അല്ല സിനിമ, അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാദത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിർമ്മാതാവ് മാത്രമല്ല, സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറമാനും ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകരും ഒക്കെ മോഹൻലാലിന് വേണ്ടി സ്ഥിരമായി പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന എം ജി ശ്രീകുമാർ പോലും മോഹൻലാലിൻ്റെ പാട്ടുകൾ, നമുക്ക് മോഹൻലാലിൻ്റെ ഗാനരംഗങ്ങളിലെ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിങ് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ആ പാട്ടിന് ശബ്ദം കൊടുത്തത് എം ജി ശ്രീകുമാർ ആയതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്ന് വെക്കുമ്പോൾ അതെല്ലാം മോഹൻലാൽ എന്ന താരശരീരത്തിന് ഉചിതമായ രീതിയിൽ വരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് മോഹൻലാലിനെ നമ്മളൊരു കംപ്ലീറ്റ് ആക്ടറാണ് എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു താരരാജാവെന്ന സിംഹാസനത്തിലേക്ക് ഒറ്റ കാൽവയ്പ് കൊണ്ടൊന്നും മോഹൻലാൽ കയറിയിരുന്നതല്ല. ആ കാൽവയ്പിലേക്ക് കൊണ്ടുപോയ കൂടെ നടന്ന ആളുകളൊക്കെയുണ്ട്. അതിലൊരാളാണ് ജി സുരേഷ് കുമാർ എന്നുള്ളത് മറ്റാരും നിഷേധിച്ചാലും മോഹൻലാലിന് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിവാദം ഒരു അനാവശ്യ വിവാദമാക്കി മാറ്റുന്നതിൻ്റെ പശ്ചാത്തലം എമ്പുരാൻ സിനിമയാണെന്നാണ് ഞാൻ കരുതുന്നത്. മാർച്ച് 27 ആ പടം റിലീസാവുകയും അത് വലിയ വിജയമാകാൻ സാധ്യതയുണ്ട്. കാരണം പൃഥ്വിരാജൊക്കെ അത്രയും അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. മാത്രമല്ല പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയാകട്ടെ, താരങ്ങളാകട്ടെ, എല്ലാ രീതിയിലും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ സിനിമ വലിയ വിജയമാകട്ടെ. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ജി സുരേഷ് കുമാർ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന രീതിയിലേക്കൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പുതുതാരങ്ങൾ അല്ലെങ്കിൽ പുതുതലമുറ താരങ്ങൾ ഇപ്പോൾ ടൊവിനോ മുതലുള്ള എല്ലാവരെയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ണിമുകുന്ദൻ വരെയുള്ള എല്ലാവർക്കും ഓൺ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ആ ഓൺ പ്രൊഡക്ഷൻ കമ്പനി വെച്ചുകൊണ്ട് അവർ പടങ്ങൾ എടുക്കുന്നുണ്ട്. ആ പടങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ മിക്കവർക്കും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു നമ്മളിപ്പോൾ ജെൻസി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുതിയൊരു ജനറേഷൻ പോകുമ്പോൾ അതുപോലെ തന്നെ സിനിമയായാലും ഏത് മേഖലയിലായാലും പുതിയ ഒരു ജനറേഷൻ വരുമ്പോൾ അവർ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജനറേഷനെ അങ്ങനെ തന്നെ കാണുക. അതേസമയം അവർ കാണേണ്ടത് എന്താണ്? ആ പിന്നിലുള്ള ജനറേഷൻ എന്ന് പറയുന്നത് അവർ ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തരം സിനിമകൾ എടുക്കുന്നവരായിരിക്കില്ല. പക്ഷേ അവർ കൊണ്ടുവന്ന ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസിയെ പ്രേം നസീറിനെ മറന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടൊവിനോ തോമസിനെ മാത്രം ആരാധിക്കാൻ കഴിയില്ല. പ്രേം നസീർ എന്നും പ്രേം നസീറാണ്, ടൊവിനോ തോമസ് എന്നും ടൊവിനോ തോമസ് ആണ്. അതുപോലെ തന്നെ ജി സുരേഷ് കുമാർ എന്ന് പറയുന്നത് ജി സുരേഷ് കുമാറാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂറാണ്. അത് ആന്റണിയും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ 8 നിലയിൽ പടം പൊട്ടും, പക്ഷേ അടുത്ത പടത്തിനും 8 കോടി കിട്ടണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു നടപ്പ് രീതി എന്ന് പറയുന്നത്. അതിലൊരു മാറ്റം വരണ്ടേ? കാരണം ആശീർവാദ് പ്രൊഡക്ഷൻസ് കൊടുക്കുന്നത് പോലെ മോഹൻലാലിന് എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ആശീർവാദ് പ്രൊഡക്ഷൻസിന് മോഹൻലാൽ 15 കോടി ചോദിച്ചാലും 50 കോടി ചോദിച്ചാലും കൊടുക്കാം. പക്ഷേ എല്ലാവർക്കും മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ? ഉണ്ണിസാർ ഇപ്പോൾ പടം എടുക്കാൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മോഹൻലാലിനെ പോലൊരു താരത്തെ കൊണ്ട് അഭിനയിപ്പിക്കണമെന്നാണ് ഉണ്ണിസാറിൻ്റെ ആഗ്രഹമെങ്കിൽ ഓൺ കമ്പനിക്ക് കൊടുക്കുന്ന ഡേറ്റ്സ് കഴിഞ്ഞിട്ടേ ഉണ്ണിസാറിന് ഡേറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണിസാറും ഈ 15 കോടി എത്ര കോടി അത്ര കോടി കൊടുക്കാൻ തയ്യാറാകണം. അപ്പോൾ അതിന് പറ്റാത്ത ആളുകൾ എങ്ങനെ പടം എടുക്കും? നല്ല തിരക്കഥയുണ്ട്, നല്ല സംവിധായകനുണ്ട്, പക്ഷേ ഇത്രയും പണം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയ സിനിമകളുണ്ടാകും. അതൊക്കെ ഈ 8 നിലയിൽ പൊട്ടുന്ന പടത്തെക്കാളും നല്ല പടവുമായിരിക്കും. അപ്പോൾ ആ പടങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം. അത് ചർച്ചയാകുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ സിനിമാ സമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞത് ഇതേക്കുറിച്ച്, ഈ സമരത്തെക്കുറിച്ചൊന്നും ആരും അങ്ങനെ എന്നെ രേഖാമൂലം ഒന്നും അറിയിച്ചിട്ടില്ല എന്നതാണ്. GST വിഷയം അത് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, അത് പരിഹരിക്കുമെന്നാണ് കത്ത് കിട്ടി. ഈ വിവാദത്തെക്കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആദ്യ പ്രതികരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള സമയം കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിവാദം എന്തായാലും അത് എമ്പുരാനുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ ജി സുരേഷ് കുമാറിനോട് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിന്റെ തർക്കം തുടങ്ങുന്നത് അവിടെയാണല്ലോ. ഇതൊക്കെ പറയാൻ താൻ ആരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. ജി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ ചെയർ ചെയ്ത് ഈ അഭിപ്രായം പറയുന്നതിനായി അവിടെ ഈ സംഘടനകളുടെ യോഗത്തെക്കുറിച്ച് കൂടി ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ യോഗം നടന്നത്. ആ ഫെബ്രുവരി 6-ലെ യോഗത്തിൽ ഫിയോക്ക, ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കേരള, ഫെഫ്ക ഇവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത്. അതിൽ ഈ AMMA എന്ന് പറയുന്ന താരസംഘടനയ്ക്ക് 2024 നവംബറിൽ ഒരു കത്ത് കൊടുത്തു. പക്ഷേ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം അഡ്ഹോക് കമ്മിറ്റിക്കായതിനാൽ ജനറൽ ബോഡി കൂടാതെ അനുകൂല മറുപടി നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചത് കൊണ്ടാണ് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ സംഘടനകളുമായി ചേർന്ന് ഒരു യോഗം നടത്തുന്നതിലേക്ക് എത്തിയത് എന്നവർ പറയുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾക്കായിട്ടാണ് ഈ സമരം, സർക്കാരിനെതിരാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനത്തിനായിട്ടാണ് ഈ സമരം. അല്ലാതെ ആന്റണി പെരുമ്പാവൂരിനെതിരെയോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമകൾ പിടിക്കുന്ന ഉണ്ണിമുകുന്ദൻ ഫിലിംസിനോ അല്ലെങ്കിൽ അവർക്കാർക്കെങ്കിലും എതിരെയല്ല ഈ പറയുന്ന
സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരാദ്യം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ അല്ലാതെ മറ്റു താരങ്ങളെയൊക്കെ വെച്ച് സിനിമകളൊക്കെ നായകന്മാരാക്കി സിനിമകൾ പിടിക്കാനൊക്കെ തയ്യാറാകട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പുതുതലമുറയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും പ്രോഗ്രസീവായ മാറ്റം വേണം. അപ്പോൾ ഇപ്പുറത്തേക്ക് ഉപദേശിക്കുന്നതിനപ്പുറം ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ ആളുകളെ വെച്ചുള്ള പടങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആശീർവാദ് പ്രൊഡക്ഷൻസിന് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. അടുത്ത വർഷങ്ങളിൽ കൂടുതലായി മറ്റു താരങ്ങളെയൊക്കെ വെച്ച് പുതിയ ആളുകളെയൊക്കെ വെച്ച് പടം പിടിക്കാനായിട്ട് ആശീർവാദ് പ്രൊഡക്ഷൻസ് തയ്യാറാകണം എന്നുള്ളതാണ് മറ്റൊരു അഭ്യർത്ഥന. ഇനി ഈ സിനിമാ നിർമ്മാതാവായി താരങ്ങളൊക്കെ വരുമ്പോഴേക്കും അവർ സിംഗിൾ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവരുടേതായിരിക്കും തീരുമാനം. അത് ഏത് മേഖലയിലായാലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുമ്പോഴേക്കും ആ കളക്റ്റീവായിട്ടുള്ള ചർച്ചകൾ കുറയും. അവർ തീരുമാനിക്കും ഇന്നയാൾ മതി, അവർ തീരുമാനിക്കും ഇന്ന നടി മതി. അപ്പോൾ പലരുടെയും അവസരങ്ങൾ പോവുകയും അവർ വീട്ടിലിരിക്കുകയുമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹേമ കമ്മിറ്റി കണ്ടെത്തിയതാണ്. ഇന്നയാൾ മതി എന്ന് പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്ന അതേ തരത്തിലേക്കും സമാന്തരമായി മറ്റൊരു പവർ ഗ്രൂപ്പായി പുതിയ താരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അവരുടേതായ നിർമ്മാണ കമ്പനികളും മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തുറന്നു പറയാനൊക്കെ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ തുറന്നു പറയുമ്പോഴേക്കും അയാളങ്ങ് മോശക്കാരനായി പോകുന്ന ഒരു രീതി ശരിയല്ല. ഇതൊരു കച്ചവടമാണ്. സിനിമയായാലും മാധ്യമമായാലും എല്ലാം ഒരു കച്ചവടമാണ്, അല്ലെങ്കിൽ അതിലൊരു ബിസിനസ് ആസ്പെക്ട് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. എന്തായാലും ബജറ്റിൽ 30 കോടി മുടക്കിയ പടങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് തിയേറ്റർ ഷെയർ കിട്ടിയിരിക്കുന്നത് 3.5 കോടിയും 3 ലക്ഷവും ഒക്കെയാണ് എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. ജനുവരി മാസത്തെ ഇതിനെ സിനിമ റിലീസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 31 ദിവസമാണ് ജനുവരിയിൽ ഉള്ളത്. അതിൽ 28 പടം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എണ്ണമാണ് കലാമൂല്യമുള്ളത്, അതിൽ എത്ര എണ്ണമാണ് നാട്ടുകാർ പോയി കണ്ടിട്ടുള്ളത് എന്നതും കൂടിയൊക്കെ നമ്മളിന്ന് വിലയിരുത്തണം. എന്തിനാണ് ഇത്രയും പടം ഇറങ്ങുന്നത്? കലാമൂല്യമുള്ള നേരത്തെയൊക്കെ ഇറങ്ങുന്ന ഒരു വർഷം 8 പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 8ഉം കൊള്ളാം. ഇതിപ്പോൾ 28 പടം 31 ദിവസമുള്ള ഒരു മാസത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കലാമൂല്യമൊക്കെ എവിടെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കൂട്ടായെടുത്ത ഒരു സമര തീരുമാനത്തെ ആന്റണി പെരുമ്പാവൂർ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ ഭിന്നിപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഭിന്നിപ്പുണ്ട്, പക്ഷേ അത് പരിഹരിക്കാൻ മോഹൻലാൽ വിചാരിച്ചാൽ നിഷ്പ്രയാസം പറ്റുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകളാണ് ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. Meet the editors.